ഓക്കേ, ഇതാണ് അപ്പോൾ സാധനം. ഇതൊരു വലിയ കമ്പ്യൂട്ടറാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ CPU-ൻ്റെ ഒക്കെ ഒരു പരിപാടി. അപ്പോൾ ഇതിലുള്ള ബട്ടൺസ് എന്നൊക്കെ പറയുന്നത് നമുക്കിത് തുറന്നു നോക്കാം. ഇവിടെ കുറേ ബട്ടൺസ് ഉണ്ടല്ലോ. അടിയിലൊരു ഫാനൊക്കെ ഉണ്ട് സംഭവം. ഹായ് ഡിയേഴ്സ്, നമ്മളിന്ന് എക്സ്പെൻസീവായ ഒരു ഐറ്റം നമ്മുടെ യൂട്യൂബിന് വേണ്ടി, നമ്മുടെ യൂട്യൂബിനെ കുറച്ച് ഫാസ്റ്റാക്കി കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആക്കാനായിട്ട്, എളുപ്പത്തിൽ പരിപാടിയൊക്കെ നടത്താൻ, അതായത് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു ആപ്പിളിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്. അടിപൊളി പ്രോഡക്റ്റ്, ന്യൂ പ്രോഡക്റ്റ്. കുറച്ചല്ല, കുറഞ്ഞതായിട്ട് നമുക്ക് തോന്നിയ ഒരു ഐറ്റമാണ് ആപ്പിൾ മാക് മിനി. നോക്കാം, ഓപ്പണിങ് ചെയ്ത് നോക്കാം, അത് കഴിഞ്ഞ് ഫങ്ഷണാലിറ്റി നോക്കാം. അടിപൊളി പാക്കൊക്കെയാണ്. എക്സ്പ്രസ്, ക്രിറ്റിക്കൽ എക്സ്പ്രസ് ഒക്കെയാണ്. ഡൊമസ്റ്റിക് പ്രയോറിറ്റിയാണ്. സേഫ്, സെക്യൂർ, റിലയബിൾ. നമ്മൾ ബില്ലൊക്കെ ബ്ലൂ ഡോട്ട് കൊണ്ട് തന്നതാണ്. നമ്മുടെ പെട്ടി വന്നു, ബില്ലുണ്ട്. ഇപ്പോൾ എന്തൊക്കെയോ ആപ്പിളിൻ്റെ റീപ്ലേസ്മെൻറ്റ് ബില്ല്. ഓക്കെ, ഇൻവോയ്സ് ഉണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. റീപ്ലേസ്മെൻറ്റ് ബില്ലൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തത് ഇതിൽ വേറൊരു ബില്ല് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഇതിങ്ങനെ എങ്ങനെ ഓപ്പൺ, ഇവിടെയാണ് ഓപ്പൺ ചെയ്യാനുള്ള സിമ്പലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് പൊക്കുക. കഴിഞ്ഞിട്ട് ഇനി ഇവിടെ ഒന്നും കൂടി ഉണ്ട്, അത് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ നമ്മൾ കീറി എടുക്കണം. സംഭവം ഇത്രേ ഉള്ളൂ. പൊളിഞ്ഞു. നമ്മുടെ മാക് കുട്ടപ്പൻ വന്നല്ലോ. നമുക്ക് കുലുക്കൊന്നും വേണ്ട. അടിയിൽ 2 സ്റ്റിക്കർ ഉണ്ട്, അത് രണ്ടും സിമ്പലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മാറ്റാം. ഓക്കേ, ഇതാണ് അപ്പോൾ സാധനം. ഇതൊരു വലിയ കമ്പ്യൂട്ടറാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ CPU-ൻ്റെ ഒക്കെ ഒരു പരിപാടി. അപ്പോൾ ഇതിലുള്ള ബട്ടൺസ് എന്നൊക്കെ പറയുന്നത് നമുക്കിത് തുറന്നു നോക്കാം. ഇവിടെ കുറേ ബട്ടൺസ് ഉണ്ടല്ലോ. അടിയിലൊരു ഫാനൊക്കെ ഉണ്ട് സംഭവം. ഇതൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ പോർട്ടുകൾ. ഒരു HDMI കേബിളിൻ്റെ ഉണ്ട്, പിന്നെ 1, 2, 3 C ടൈപ്പ് ഉണ്ട്. പിന്നെ ഇതെന്താ, ഇത് പവർ സംതിങ്. ഇവിടെ ഒരു C ടൈപ്പ് ഉണ്ട്. പിന്നെ ഇത് ഇൻഡിക്കേഷൻ, ലൈറ്റ് ഇൻഡിക്കേഷൻ ഉണ്ട്. ഇവിടെ മൈക്കും ഉണ്ട്, സ്പീക്കറും ഉണ്ടല്ലോ. സ്പീക്കർ ഇവിടെ, ഇതാ സ്പീക്കർ. പിന്നെ ഇത് ഇവിടെ പവർ ബട്ടൺ ഇവിടെയാണ്, അടിയിലായിട്ടാണ്. അപ്പം ഇത് നമ്മൾ ഇപ്പം ഇങ്ങനെ മാറ്റി വയ്ക്കുന്നു. നമുക്ക് ഇനി അതിൻ്റെ ഉള്ളിൽ വയറ് നോക്കാം. ഇത് ഈ ഒരൊറ്റ വയറ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കൂടെ. ഈ ഒരു വയറാണ് നമ്മുടെ ചാർജർ. പ്ലഗ് ഇങ്ങനെ കുത്തുന്നു. ഈ സാധനം ഇവിടെ കുത്തുള്ള ഈ പുറകിൽ. പിന്നെ നമുക്ക് പ്ലഗ് ചെയ്ത് നോക്കണം. പ്ലഗ് ചെയ്ത് നോക്കാൻ ഒരു മോണിറ്റർ വേണം, ഒരു മൗസ് വേണം, പോകാം കീബോർഡും. പോയി മൗസിൽ കുത്തി നോക്കാം. നമ്മൾ HDMI കേബിളിൽ HDMI കൊടുക്കാം. വേറൊരു സാധനം ഉണ്ട്, നമുക്ക് പിന്നെ കാണിച്ചു തരാം. അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇതിൽ ഇങ്ങനെ അടിയിൽ തുടരണം. ഓൺ ചെയ്തു. സംഭവം ഇവിടെ ലൈറ്റൊക്കെ കത്തി, സൗണ്ടൊക്കെ വരുന്നുണ്ട്. To use English as the main language, press the return key. എന്താ?
ഇതെന്താ സെലക്ട് ചെയ്യും. താഴെ എസ് ഓക്കെ അല്ലാടാ ഇതെല്ലാം വരില്ല. എന്തായിരുന്നു നമ്മുടെ വൈഫൈ കാണിച്ചു. പ്രൈവസി കണ്ടിന്യൂ ഇതല്ലേ മാക്കല്ലേ നോട്ട് നൗ. ഇതെന്താ ആപ്പിൾ അക്കൗണ്ട് ട്രൈ ചെയ്താ. OTP നമ്മുടെ ഫോണിലേക്ക് വരും. അപ്പം അടിച്ചു കൊടുക്കുക. ആപ്പിൾ ഫോൺ ഉണ്ടെങ്കിൽ, ആപ്പിൾ ID ഉണ്ടെങ്കിൽ അത് കാണാൻ പാടില്ല. കോണ്ടാക്ട് അത് ഇതൊക്കെ വരും. ഫോണായിട്ട് സെറ്റ് ആവും. എനിക്ക് ഫോണായിട്ട് സെറ്റ് ആകുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്, ഇറിറ്റേറ്റ് ആവും. ഇപ്പം നമ്മുടെ മെസ്സേജൊക്കെ ഇങ്ങോട്ട് വരുന്നേ. പരിപാടി കഴിഞ്ഞു. വെൽക്കം ടു മാക്ക്. M4 ചിപ്പാണ് കേട്ടോ. കീബോർഡ് സെറ്റപ്പ് കണ്ടിന്യൂ. എന്താ ഷിഫ്റ്റ് കീ ഓൺ ദ ലെഫ്റ്റ് സൈഡ്. ഷിഫ്റ്റ് പിന്നെന്താ ഇതെന്താ അപ്പോൾ നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഫാസ്റ്റസ്റ്റ് ചിപ്പായ M4 ചിപ്പായിട്ടുള്ള നമ്മൾ മാക് മിനി കുട്ടപ്പൻ ചെറുതാണ് കേട്ടോ, ആകെ ചെറിയൊരു സാധനം. ഇതാണ് ഇപ്പോൾ വലിയൊരു കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷണാലിറ്റി നടത്തുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് അതിൻ്റെ ബാക്കി നമ്മൾ കുറേ ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡീറ്റെയിൽ റിവ്യൂയും കൂടി ഇടാം കേട്ടോ ലേറ്റർ. അപ്പോൾ ബൈ, ടേക്ക് കെയർ.